Business risk. Risk means possibility of loss. In business, risk is unavoidable. It arises out of uncertainty. Business risk refers to the low profits or even losses due to uncertainty or unexpected events. They are beyond the control of businessman. Business risk. റിസ്ക് എന്നാൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യത എന്നാണ്. ബിസിനസ്സിൽ നിന്ന് റിസ്കിനെ ഒഴിവാക്കാനാകില്ല. ഇത് അനിശ്ചിതത്വത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. ബിസിനസ് റിസ്ക് എന്നാൽ അനിശ്ചിതത്വം അല്ലെങ്കിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ കാരണം ബിസിനസ്സിൽ ഉണ്ടാകുന്ന ലാഭക്കുറവ് അല്ലെങ്കിൽ നഷ്ടം എന്നാണ്. ഇത് ബിസിനസ് ഉടമയുടെ നിയന്ത്രണത്തിന് അതീതമാണ്. Business risks are of two types. 1. Speculative risk. 2. Pure risk. 1. Speculative risk. It involves both the possibility of gain as well as the possibility of loss. Speculative risk arises due to changes in market conditions, including fluctuations in demand and supply, changes in prices, or changes in fashion and taste of customers. Favorable market conditions are likely to result in gains, whereas unfavorable conditions may result in losses. ബിസിനസ് റിസ്കിനെ രണ്ടായി തരംതിരിക്കാം. 1. സ്പെക്കുലേറ്റീവ് റിസ്ക്. 2. പ്യുവർ റിസ്ക്. 1. സ്പെക്കുലേറ്റീവ് റിസ്ക്. ഇതിൽ നേട്ടത്തിനുള്ള സാധ്യതയും നഷ്ടത്തിനുള്ള സാധ്യതയും ഉൾപ്പെടുന്നു. സ്പെക്കുലേറ്റീവ് റിസ്ക് ഉണ്ടാകുന്നത് വിപണി സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമാണ്. ഇവയിൽ ഇനി പറയുന്ന മാറ്റങ്ങൾ ഉൾപ്പെടുന്നു. ഡിമാൻഡിലും സപ്ലൈയിലും ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഫാഷനിലും ഉപഭോക്താക്കളുടെ അഭിരുചിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തുടങ്ങിയവ. അനുകൂല വിപണി സാഹചര്യങ്ങൾ നേട്ടത്തിന് കാരണമായേക്കാം. അതേസമയം പ്രതികൂല സാഹചര്യങ്ങൾ നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. Second one, pure risk. Pure risk involves only the possibility of loss or no loss. For example, fire, theft, earthquake, strike, etc. If such events take place, it may result in loss, whereas non-occurrence may result in no loss instead of gain. പ്യൂർ റിസ്കിൽ ഉൾപ്പെടുന്നത് നഷ്ടസാധ്യതയോ അല്ലെങ്കിൽ നഷ്ടം വരാത്ത സാധ്യതയോ ആണ്. ഉദാഹരണത്തിന് തീപിടുത്തം, മോഷണം, ഭൂകമ്പം, പണിമുടക്ക് തുടങ്ങിയവ. അത്തരം സംഭവങ്ങൾ നടന്നാൽ അത് നഷ്ടത്തിന് കാരണമായേക്കാം. അതേസമയം സംഭവിച്ചില്ല എങ്കിൽ നഷ്ടമോ നേട്ടമോ ഉണ്ടാകില്ല. Nature of business risk. Following are the various nature of business risk. ബിസിനസ് റിസ്കിൻ്റെ സവിശേഷതകൾ. താഴെ പറയുന്നവയാണ് ബിസിനസ് റിസ്കിൻ്റെ വിവിധ സവിശേഷതകൾ. 1. Business risk arises due to uncertainties. Uncertainty refers to the lack of knowledge about what is going to happen in the future. For example,
natural calamities, change in government policy, improvement in technology, etc. All these create risk for business because how these result to business in future is unknown in advance. ഒന്ന്, അനിശ്ചിതത്വം കാരണം ബിസിനസ്സിൽ റിസ്ക് ഉണ്ടാകുന്നു. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയെ ആണ് അനിശ്ചിതത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന്, പ്രകൃതി ദുരന്തങ്ങൾ, സർക്കാർ നയത്തിലെ മാറ്റങ്ങൾ, സാങ്കേതികവിദ്യയിലുണ്ടായ പുരോഗതി തുടങ്ങിയവ. ഇവയെല്ലാം ബിസിനസ്സിന് റിസ്ക് അല്ലെങ്കിൽ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു. കാരണം ഭാവിയിൽ ഇവയുടെ ഫലം എന്താണെന്ന് ബിസിനസ്സിന് മുൻകൂട്ടി അറിയില്ല. Second one, risk is an essential part of every business. Every business has some risk. No business can avoid risk, but its range may vary from business to business. Risk can be minimized, but cannot be avoided in full. 2. ഓരോ ബിസിനസ്സിനും ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് റിസ്ക്. റിസ്ക് എല്ലാ ബിസിനസ്സിലുമുണ്ട്. ഒരു ബിസിനസ്സിനും റിസ്കിനെ ഒഴിവാക്കാനാവില്ല. പക്ഷേ അതിൻ്റെ പരിധി പല ബിസിനസ്സിനും പലതരത്തിലായിരിക്കും. റിസ്കിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിയും, പക്ഷെ പൂർണ്ണമായി ഒഴിവാക്കാനാവില്ല. Third one, degree of risk depends mainly upon the nature and size of the business. Nature and size of the business are the main factors which determine the degree of risk in a business. Nature of business means the type of products or services produced or sold. The size of business means volume or quantity of production and sales. Example, for large scale business, risk is higher than small scale business. Risk is high for business dealing in fashionable items, etc. 3. റിസ്കിൻ്റെ അളവ് പ്രധാനമായും നിശ്ചയിക്കുന്നത് ബിസിനസ്സിൻ്റെ സ്വഭാവം, വലുപ്പം എന്നിവയെ ആശ്രയിച്ചാണ്. ഒരു ബിസിനസ്സിലെ റിസ്കിൻ്റെ അളവ് നിശ്ചയിക്കുന്ന പ്രധാന ഘടകം അതിൻ്റെ സ്വഭാവവും വലുപ്പവുമാണ്. ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും തരത്തിനെയാണ് ടൈപ്സ്, ബിസിനസ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഉൽപ്പാദനത്തിൻ്റെയും വിൽപ്പനയുടെയും അളവിനെയാണ് ബിസിനസ്സിൻ്റെ വലുപ്പം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, വലിയ ബിസിനസ്സിന് ചെറിയ ബിസിനസ്സിനേക്കാൾ കൂടുതൽ റിസ്ക് ഉണ്ടായിരിക്കും. ഫാഷൻ ഐറ്റംസ് കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സിന് അപകട സാധ്യത അല്ലെങ്കിൽ റിസ്ക് കൂടുതലാണ്. Fourth one, profit is the reward for taking risk. Greater the risk, higher is the chance of profit. Business undertakes risk with the expectation of higher profit. Thus, profit is considered as a reward for taking risk. 4. റിസ്ക് ഏറ്റെടുക്കുന്നതിനുള്ള പ്രതിഫലമാണ് ലാഭം. റിസ്ക് കൂടുതലാണെങ്കിൽ ലാഭത്തിനുള്ള സാധ്യതയും കൂടുതലാണ്. ഉയർന്ന ലാഭം പ്രതീക്ഷിച്ചാണ് ബിസിനസ് റിസ്ക് അല്ലെങ്കിൽ നഷ്ടസാധ്യതകൾ ഏറ്റെടുക്കുന്നത്. അതിനാൽ റിസ്ക് ഏറ്റെടുക്കുന്നതിനുള്ള പ്രതിഫലമായി ലാഭത്തെ കണക്കാക്കപ്പെടുന്നു.
Causes of business risk. Following are the various causes of business risk. ബിസിനസ് റിസ്കിൻ്റെ കാരണങ്ങൾ. താഴെ പറയുന്നവയാണ് ബിസിനസ് റിസ്കിൻ്റെ കാരണങ്ങൾ. 1. Natural causes. Natural causes of business risk are flood, earthquake, lightning, heavy rain, famine, etc. They result in heavy loss of life, property and income in business. It is beyond the control of human beings. 1. പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്ന കാരണങ്ങൾ. വെള്ളപ്പൊക്കം, ഭൂകമ്പം, മിന്നൽ, കനത്ത മഴ, ക്ഷാമം തുടങ്ങിയവയാണ് ബിസിനസ്സിന് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന നഷ്ടസാധ്യതകൾ. അവ ജീവനും സ്വത്തിനും ബിസിനസ്സിൻ്റെ വരുമാനത്തിനും കനത്ത നഷ്ടമുണ്ടാക്കുന്നു. ഇത് മനുഷ്യൻ്റെ നിയന്ത്രണത്തിന് അതീതമാണ്. Second one, human causes. Human causes of business risk are unexpected events like dishonesty, carelessness or negligence of employees, stoppage of work due to power failure, strikes, riots, inefficiency of management, etc. 2. മനുഷ്യകാരണങ്ങൾ. സത്യസന്ധതയില്ലാത്ത അശ്രദ്ധയോടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ, വൈദ്യുതി തകരാറ് മൂലം ജോലി നിർത്തിവെക്കൽ, പണിമുടക്ക്, കലാപം, കഴിവില്ലാത്ത മാനേജ്മെൻറ്റ് തുടങ്ങിയ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളെയാണ് ബിസിനസ് റിസ്കിൻ്റെ മനുഷ്യകാരണങ്ങൾ. Third one is economic causes. Economic causes of business risk are uncertainties relating to demand for goods, competition in the market, change in price, collection of dues, change of technology or method of production. Financial problems like rise in the interest, higher taxes, etc. also comes under this category. 3. സാമ്പത്തിക കാരണങ്ങൾ. സാധനങ്ങളുടെ ഡിമാൻഡുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം, വിപണിയിലെ മത്സരം, വിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, കുടിശ്ശിക പിരിവ്, സാങ്കേതികവിദ്യയിലെ അല്ലെങ്കിൽ ഉൽപാദന രീതിയിലെ മാറ്റം തുടങ്ങിയവയാണ് ബിസിനസ്സിന് റിസ്ക് ഉണ്ടാകാനുള്ള സാമ്പത്തിക കാരണങ്ങൾ. പലിശ വർധനവ്, ഉയർന്ന നികുതി നിരക്ക് തുടങ്ങിയ ധനകാര്യ പ്രശ്നങ്ങളും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. Fourth one, other causes. These are unforeseen events like political disturbances, fluctuations in exchange rate, change in government policy, etc. These causes led to the possibility of business risk. 4. മറ്റു കാരണങ്ങൾ. രാഷ്ട്രീയ അസ്വസ്ഥതകൾ, വിനിമയ നിരക്കിലെ ഏറ്റക്കുറച്ചിലുകൾ, സർക്കാരിൻ്റെ നയത്തിലെ മാറ്റം തുടങ്ങിയ അപ്രതീക്ഷിത സംഭവങ്ങളാണിവ. ഇവ ബിസിനസ്സിന് നഷ്ടമുണ്ടാക്കുന്നതിലേക്ക് നയിക്കുവാൻ സാധ്യതയുണ്ട്.